രക്ഷാമാർഗത്തെ കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് സൗജന്യമായി വിളിച്ചു പറയുന്നു. ഇന്ന് സൗജന്യമായി നിങ്ങളുടെ മുമ്പിൽ രക്ഷയെ പറയുന്നു. നാളെ നീ വില കൊടുത്താലും കിട്ടുകയില്ല. നാളെ നിന്നെ മരണം നിന്നെ നിത്യമായ നരകത്തിൽ കൊണ്ടുപോകും. മരണം നിന്നെ നിത്യമായ നരകത്തിൽ കൊണ്ടുപോകും. ആ മരണത്തിൽ നരകത്തിലേക്ക് കടന്നു പോകാതിരിക്കുവാൻ രക്ഷാമാർഗമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഏറ്റുകൊള്ളുക. യേശുക്രിസ്തു നല്ലവരെ രക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? കരയിൽ കിടക്കുന്നവരെ രക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? കുഴിയിൽ കിടക്കുന്നവരെ രക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. പാപത്തിൽ നിന്ന് വലിച്ചു കയറ്റുന്നതാണ് രക്ഷ. ആ രക്ഷയുടെ യാഥാർത്ഥ്യമായിട്ട് വിളിച്ചു പറയുവാനാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. അവനെ പോലെ ഒരു പരിശുദ്ധൻ ഈ ലോകത്തിൽ വേറെ ഒരുത്തനുമില്ല. അവനെ പോലെ സ്നേഹിക്കുവാൻ കഴിവുള്ളവൻ ഈ ലോകത്തിൽ വേറെ ഒന്നല്ല. വീണ്ടെടുപ്പുകാരൻ ഈ ലോകത്തിൽ വേറെ ആരും തന്നെയില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാൻ, രക്ഷയ്ക്കുള്ള മാർഗം അറിയുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് ആശ്വാസവും സൗഖ്യവും സമാധാനവും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഒരു രൂപാന്തരത്തിന്റെ പകൽക്കാലമായി തീരുവാൻ ശബ്ദപരിധിക്കുള്ളിൽ ഈ നല്ല സുവാർത്ത കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ഉച്ചയായ സമയത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാൻ, രക്ഷയ്ക്കുള്ള മാർഗം അറിയുവാൻ തക്കവണ്ണം ഇന്നേക്കാലം ഇവിടെ ഉള്ളതായ ദേശനിവാസികളോട് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറവാൻ, അത് കേട്ട് ജീവിതത്തിൽ നന്മ അനുഭവിപ്പാൻ, ജീവിതത്തിന്റെ എല്ലാ തെറ്റുകളിൽ നിന്നും മടങ്ങി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ ഈ ദേശത്ത് വന്ന് നിങ്ങളോട് ഈ നല്ല വർത്തമാനം പറവാൻ, ശ്രദ്ധയോടെ അത് കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതിനു മുൻപായിട്ട് ഒരു മനോഹരമായ പാട്ട് ഞങ്ങൾ പാടും. ദയവായി അത് ശ്രദ്ധിച്ചാൽ. ഈ തുഷാരഗിരി, ഈ മനോഹരമായ ഈ പ്രദേശത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ ദേശവാസികളോട് ഞങ്ങളുടെ ഹൃദയപൂർണമായ സ്നേഹവന്ദനത്തെ എത്രമാത്രം അവനെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ അത്രമാത്രം ആ ശബ്ദമുയർത്തി ഈ ദേശത്തിലുള്ള എല്ലാ സഹോദരന്മാരോട് കേൾപ്പിക്കുവാനിടയായി. നിങ്ങളത് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ആ പൈതലിന്റെ ശബ്ദമായിരിക്കും നിങ്ങൾ കേട്ടത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ശബ്ദത്തിന്റെ പുറകിലുള്ള എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? ആ ശബ്ദത്തിന്റെ പുറകിലുള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് ആ ഒരു വിശുദ്ധ ബൈബിൾ എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ന്യായാവിധിയിൽപ്പെട്ട് നാം ഒരു നാൾ മരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണം നമ്മളെ നിത്യമായ നരകത്തിലേക്ക് കൊണ്ടുപോകുവാനിടയാകും. ആ മരണം നമ്മളെ നിത്യമായ നരകത്തിൽ കൊണ്ടുപോയതിനു ശേഷം വീണ്ടും അവിടെ നിന്ന് രക്ഷയില്ല. നാം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ നമുക്കൊരു അവസരമുണ്ട്. ഇപ്പൊ ഈ അവസരത്തെ നാം രക്ഷയുടെ മാർഗത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു രക്ഷയെ നിങ്ങൾ കാണുവാൻ കഴിയും. നോക്കണം, ഇവിടെ ഇരിക്കുന്ന ഒത്തിരി സഹോദരന്മാർ ട്രൈബൽ സഹോദരന്മാരാണ് ഞാൻ കാണുവാൻ ഇടയാകുന്നത്. എന്നാൽ വിവിധ സഹോദരന്മാർ ടൂറിസ്റ്റ് മേഖലയിൽ ടൂറിസ്റ്റായി കടന്നു വന്നവർ, അതുപോലെ കച്ചവടം ചെയ്യുന്നവർ, അങ്ങനെ വിവിധ ജനങ്ങളുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ മാരകമായ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് മദ്യത്തെയും മയക്കുമരുന്നുകളെയും അതുപോലെ തന്നെ മദ്യമുഖാന്തരം ഉണ്ടാകുന്ന ലഹരികളെ അധികമായി ആസ്വദിക്കുകയും അതിൽ പ്രകാരം ഒരു ആഴമേറിയ പാപത്തിലേക്ക് ജീവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ രക്ഷാമാർഗം ലഭിക്കുവാനിടയായത്? എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് വന്നത്? ആ മാരകമായ മദ്യത്തെയും മയക്കുമരുന്നുകളും
അതുപോലെ എപ്പോ നോക്കിയാലും വിടാൻ പറ്റാത്ത മുറുക്കുകൾ, പുകലകൾ, അതുപോലെ ആൻസ്, മധു, അങ്ങനെ പല വിധത്തിലുള്ള രാഷ്ട്രവിഷമായിരിക്കുന്ന പല ലഹരികൾ ഉപയോഗിച്ച് കൊതി തീരാതെ അധികമായി എങ്ങനെയാണ് ഈ മദ്യപാനത്തിന് മയക്കുമരുന്നുകളുടെ ആഴത്തിൽ കടന്നു പോകേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് പാപത്തിന്റെ പടുകുഴിയെ മാത്രം നോക്കി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു കഥ പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഏതോ ഒരു കഥ വായിച്ചിട്ട് വന്ന് പറയാമെന്ന് ചിന്തിക്കരുത്. ഈ പറയപ്പെട്ട ഈ ലഹരിയുടെ, ഈ മാരകമായ ലഹരിയുടെ അഡിക്റ്റിൽ കുടുങ്ങിപ്പോയ ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. നോക്കണം, ഒരു കാലഘട്ടത്ത് മദ്യവെച്ച് മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് ഒരു പുകല കൂടിയില്ലാതെ, അല്ലെങ്കിൽ മുറുക്കാനില്ലാതെ, അതുപോലെ അടക്കാകൾ ഇല്ലാതെ, ചുണ്ണാമ്പിടാതെ, അങ്ങനെ ഒത്തിരി ലഹരികൾ ഉപയോഗിക്കാതെ ജീവിക്കുവാൻ കഴിയാതെ കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. നോക്കണം, ഓരോ മിനിറ്റുകളും ഓരോ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതൊക്കെ എങ്ങനെ ആരംഭിച്ചതെന്ന് അറിയുമോ? റോട്ടിൽ ഒരു കുറ്റിബീടി വീണിരുന്നു. ആ കുറ്റിബീടി എടുത്ത് ആദ്യം കത്തിച്ച് എന്താണ് ഇതിന്റെ സ്വാഗതം എന്ന് അറിയുവാൻ വേണ്ടി അത് വലിച്ചു നോക്കിയതാ. നോക്കണം, ആ കുറ്റിബീടി വലിച്ച് ആ ലഹരിക്ക് ഞാൻ അങ്ങനെ അടിമയായി. നോക്കണം, കുറ്റിബീടിയിൽ ആരംഭിച്ചത് അടുത്തത് വലിയ വലിയ ബ്രാൻഡുള്ള സിഗരറ്റുകളിലേക്ക് വലിക്കുവാൻ തുടങ്ങി. ഏതെല്ലാം സിഗരറ്റുകൾ വേണോ അങ്ങനെയെല്ലാം പുതിയ സിഗരറ്റുകൾ കണ്ടുപിടിച്ച് വലിക്കുവാൻ തുടങ്ങി. കിട്ടാത്തപ്പോൾ റോഡ് സൈഡിൽ ഇറങ്ങി റോട്ടിൽ വലിച്ചിട്ട ബീഡി കുറ്റികൾ വരെ എടുത്ത് വലിക്കുവാൻ തുടങ്ങി. അങ്ങനെ ബീഡിയിൽ ആരംഭിച്ചത് അവസാനം കഞ്ചാവിലെത്തി നിൽക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കഞ്ചാവിലെത്തിയതിനു ശേഷം വീണ്ടും അടുത്തത് ലഹരി മതിയാകാത്ത അവസ്ഥകൾ വന്നപ്പോൾ വീണ്ടും ഞാൻ കടന്നുപോയത് മദ്യപാനങ്ങളിലേക്കാ. എങ്ങനെയാണ് മദ്യപിക്കാൻ തുടങ്ങിയത് അറിയുമോ? ആ ഒരു ദിവസം ഒരു തോട്ടത്തിൽ കയറി ഈ തെങ്ങിന്റെ കല്ല് മോഷ്ടിച്ച് കുടിക്കുവാനിടയായി. ഈ തെങ്ങിൻ കല്ല് മോഷ്ടിച്ച് ഞാൻ അറിയാതെ കുടിച്ചതിനു ശേഷം അതിന്റെ രുചി അറിഞ്ഞപ്പോൾ വീണ്ടും അതിന്റെ മറ്റുള്ള കള്ളുകൾ കുടിക്കുവാൻ തുടങ്ങി. അതിന്റെ ലഹരിയുള്ള കള്ളുകൾ കുടിക്കാൻ തുടങ്ങി. അവസാനം ബീറ് കുടിക്കുവാൻ തുടങ്ങി. പിന്നെ ചാരായം കുടിക്കുവാൻ തുടങ്ങി. അങ്ങനെ പട്ടച്ചാരയും അങ്ങനെ പറയുവാൻ ഒത്തിരി ലഹരികളുടെ ആഴങ്ങളിലേക്ക് ഞാൻ രുചിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രുചിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ ജീവിത കാലഘട്ടത്തിൽ എന്നെ തന്നെ ഞാൻ ഓർക്കുവാനിടയായി. പല ലഹരികൾ, പല മദ്യത്തിന് മയക്കുമെന്ന് അടിമയായി പോകുമ്പോൾ എന്റെ വീട്ടുകാർക്ക് സമാധാനമുണ്ടാകിയില്ല, വീട്ടുകാർക്കും സന്തോഷമുണ്ടാകിയില്ല. ആർക്കും പ്രയോജനപ്പെടാത്തവനായി, ആർക്കും ഗുണം പിടിക്കാത്തവനായി, വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് തലവേദനയായി മാറിത്തീർന്നുകൊണ്ടിരുന്ന് എന്റെ ഈ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ മയക്കുമരുന്നുകളുടെ നടുവിൽ, മദ്യപാനത്തിന്റെ നടുവിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോചനം ലഭിച്ചത്? അതിനെക്കുറിച്ചാണ് എന്റെ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഈ ദേശവാസികളോട് എനിക്ക് പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നീ ഉപയോഗിക്കുന്ന ലഹരികൾ, മദ്യം, മയക്കുമരുന്നുകൾ മുഖാന്തരം കിട്ടുവാൻ പോകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവസാനം ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഒരു ടിബിയുടെ അസുഖങ്ങളോ എന്തെങ്കിലും ഒരു പുതിയ രോഗമായിരിക്കും നിന്നെ പറ്റിപ്പിടിക്കുവാൻ പോകുന്നത്. ഈ ഉപയോഗിക്കുന്ന ലഹരികൾ മുഖാന്തരം അല്പാശ്വാസം ലഭിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്പ ദിവസം കഴിഞ്ഞാൽ ഒരു നിത്യമായ സമാധാനത്തിൽ നിന്ന് തുലക്കുവാനിടയാകും. അതിന്റെ എല്ലാം കാരണം കുറിക്കുന്നത് ഈ നിത്യമദ്യപാനവും മയക്കുമരുന്നുകളും ഇതുപോലത്തെ ലഹരികളാണ്. ആ ലഹരികളുടെ നടുവിൽ നിന്ന് എങ്ങനെയാണ് നിനക്കൊരു മോചനം ലഭിക്കുവാനിടയാകുക? ഇന്ന് വിചാരിക്കാം, അല്പമല്ല ഈ ലഹരികൾ ഞാൻ ഉപയോഗിക്കുന്നത്, അല്പലഹരിയാണ് എന്റെ ജീവിതത്തിൽ എന്ന് ചിന്തിക്കാം. എന്നാൽ ഈ അല്പലഹരി നിന്റെ ജീവിതത്തിൽ അധികമായി തീരുവാനിടയാകും. അധികമായി തീർന്നു കഴിഞ്ഞാൽ നോക്കണമേ, ആ അധികമാകുന്ന ലഹരികൾ നിന്നെ അവസാനം നിർത്തുന്നത് ഏതെങ്കിലും ക്യാൻസറിലായിരിക്കാം, ഏതെങ്കിലും ബ്രെയിൻ ട്യൂമറിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടിബിയുടെ അസുഖത്തിലായിരിക്കാം. അങ്ങനെ ഒത്തിരി പറയുവാൻ പറ്റുന്ന ഏതെങ്കിലും രോഗത്തിലായിരിക്കാം നിന്നെ പിടിക്കപ്പെടുന്നത്. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, സഹോദരി, അതിന്റെ മുൻപേ നിന്നെ ഒരു രോഗം പറ്റിപ്പിടിക്കുന്നുണ്ട്. ഒരു രോഗം നിന്നെ പറ്റിപ്പിടിച്ച് കീഴടക്കി മരണത്തിൽ കീഴടക്കുമുണ്ട്. നിനക്കൊരു രക്ഷാമാർഗം പ്രാപിച്ചു കൊള്ളുവാൻ കഴിയുമോ? ഒരു രക്ഷാമാർഗത്തിലേക്ക് തിരിയുവാൻ കഴിയുമോ? ആ രക്ഷാമാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് യേശുക്രിസ്തു എന്ന രക്ഷാമാർഗം. യേശുക്രിസ്തു എന്ന പേര് പറയുമ്പോൾ നിങ്ങളുടെ നാവിൽ തന്നെ പലപ്പോഴും പറഞ്ഞു കാണും, യേശു എന്ന് പറഞ്ഞു കാണുമില്ലേ? എന്നാൽ ആ യേശുവിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയുമോ? യേശു എന്ന് പറഞ്ഞാൽ ഒരുത്തനെ രക്ഷിക്കുന്നവൻ. എങ്ങനെ രക്ഷിക്കുന്നവനാ? നല്ലവനെ രക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? കരയിൽ കിടക്കുന്നവനെ രക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? കുഴിയിൽ കിടക്കുന്നവനെ രക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ കുഴിയിൽ കിടക്കുന്നത് ആരാണ്? ഈ മദ്യത്തിനും മയക്കുമരുന്നുകളിലും ലോകത്തിന്റെ പാപസുഖ ജീവിതങ്ങളിലേക്ക് ജീവിച്ച് താൻ എവിടെ പോകുമെന്ന് പോലും അറിയാതെ പാപത്തിന്റെ ആ സുഖജീവിതങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് വലിച്ചു കയറ്റുന്നതാണ് രക്ഷ. ആ രക്ഷയുടെ യാഥാർത്ഥ്യമായ
പറഞ്ഞിരിക്കുന്നത്. ആ രക്ഷയിലേക്ക് നിനക്ക് തിരിയുവാൻ തയ്യാറാണോ? ആ രക്ഷയെ കാണുവാൻ തയ്യാറാണോ? എന്നാൽ നിന്റെ ജീവിതത്തിലും നിത്യമായ ഒരു മോചനം നിനക്ക് ലഭിക്കുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, ആ ലഹരിയിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് വിടുതൽ വന്നതെന്ന് അറിയുമോ? ഒരു ദിവസം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇതുപോലത്തെ ഒരു ശബ്ദം ഞാൻ കേട്ടു. വേറെ ഒരുത്തിനൊരു രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തു മാത്രമാണ് മാർഗമെന്ന് ഞാൻ കേൾക്കുവാനിടയായി. യേശു ക്രിസ്തു മാത്രമാണ് മാർഗമെന്ന് വിചാരിച്ചപ്പോൾ എന്റെ ഉള്ളത്തിൽ ഇപ്രകാരം ചിന്ത വന്നു. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? യേശു ക്രിസ്തു അമേരിക്കക്കാരുടെ ദൈവമല്ലേ? യേശു ക്രിസ്തു വേറെ ഒരു ഗോത്രത്തിന്റെ ദൈവമല്ലേ? യേശു ക്രിസ്തു ഒരു മതമല്ലേ? അങ്ങനെയെല്ലാം ഒത്തിരി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പോൾ നോക്കണം, യേശു ക്രിസ്തു മുഖാന്തരമാ എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ആഴമായി അറിയുവാനിടയായി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാകുവാനിടയായത്. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു മതത്തിന്റെയോ ഒരു ക്രിസ്ത്യാനിയുടെയോ ഒരു അമേരിക്കക്കാരനെയോ ദൈവമല്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തു പാപികളുടെ രക്ഷകനാണ്. യേശു ക്രിസ്തു പാപികളെ സ്നേഹിച്ചവനാണ്. യേശു ക്രിസ്തു പാപികളെ വീണ്ടെടുത്തവനാണ്. യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിക്കപ്പെട്ടവനാ. യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനാ. യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി സകല രക്തത്തിൽ മുറ്റിത്തന്നവനാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി പറയുവാനോ ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ യേശു ക്രിസ്തുവിലുണ്ട്. എന്നാൽ ആ യേശു ക്രിസ്തുവിനെ മാത്രം ആർക്കും വേണ്ട. ആ യേശു ക്രിസ്തുവിന് മാത്രം ആർക്കും ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്തത്? അതിന്റെ പുറകിലുള്ള മർമ്മത്തെ ഞാൻ പറഞ്ഞു തരാം. യേശു ക്രിസ്തുവിനെ പിൻപറ്റി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ പെട്ടിരിക്കുന്ന, നിന്റെ ജീവിതത്തിലായിരിക്കുന്ന മാരകമായ കെണിയുടെ ആ മദ്യത്തിന്റെ കെണിയിൽ നിന്ന് നിനക്ക് വിടുതലാകും. യേശു ക്രിസ്തുവിനെ പിൻപറ്റി കഴിഞ്ഞാൽ പാപത്തെ നീ വെറുക്കുവാൻ തുടങ്ങും. യേശു ക്രിസ്തുവിനെ നീ പിൻപറ്റി കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തെ സ്നേഹിക്കുവാൻ തുടങ്ങും. യേശു ക്രിസ്തുവിനെ പിൻപറ്റി കഴിഞ്ഞാൽ നിന്റെ ദേശത്ത് നീ കൊടവുള്ളവനായി മാറും. അങ്ങനെയെല്ലാം നീ മാറി തീരരുത് എന്നുള്ള ആഗ്രഹത്തോടെയാണ് യേശുവിനെ പിൻപറ്റാതിരിക്കുന്നത്. അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുവാൻ എന്ത് തെറ്റാണുള്ളത്? വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ അവനെ പോലെ ഒരു പരിശുദ്ധൻ ഈ ലോകത്തിൽ വേറെ ഒരുത്തനുമില്ല. അവനെ പോലെ സ്നേഹിക്കുവാൻ കഴിവുള്ളവൻ ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. അവനെ പോലെ വീണ്ടെടുപ്പുകാരൻ ഈ ലോകത്തിൽ വേറെ ആരും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീണ്ടെടുപ്പിലേക്ക് ആകർഷിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സാകുന്നില്ല? പ്രിയപ്പെട്ടവരെ, അതിന്റെ എല്ലാം ഒരു കാരണം ഇപ്രകാരമാണ്. നിങ്ങളുടെ ഹൃദയത്തെ എല്ലാം അടച്ചു വച്ചിരിക്കുന്ന ഒരു അമാനുഷികമായ ഒരു ശക്തിയുണ്ട്. അതാണ് പിശാച് എന്ന് പറയുന്നത്. ആ പിശാചിന്റെ ശക്തി നിങ്ങളെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അടുപ്പിക്കുവാൻ വിടാതെ നിത്യമായ ആ മാരകമായ ലഹരി വസ്തുക്കളുടെ നടുവിൽ നിങ്ങളെ കുടുക്കി വച്ചിരിക്കുകയാണ്. ഒരുവൻ ചിന്തിക്കുകയാണ്, ഓ എന്റെ ജീവിതത്തിൽ പാപമൊന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന നിന്റെ ചിന്താഗതി തന്നെ പാപമാ. കാരണം ബൈബിൾ പറയുന്നു, നീ തന്നെത്താൻ നീതീകരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നീതീകരണം നിന്നെ വലിയ ഒരു അനീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അനീതിയെ നീ അറിയുവാനും അനീതിയെ കുറിച്ച് ഉണരുവാനിടയാകുമെങ്കിൽ നീ നീതിമാനായി തീരുവാനിടയാകും. ആ നീതിമാനായി തീരുവാൻ നീതിമാനായ ഒരുത്തിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ മാത്രമേ കഴിയുള്ളൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രകാരമാ. നാം രക്ഷിക്കപ്പെടണം. തീർച്ചയായും നാം ഈ പാപത്തെയെല്ലാം വിട്ട് വേർപിരിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകണം, സമാധാനമുണ്ടാകണം, നിലനിൽപ്പുണ്ടാകണം. അങ്ങനെ നമ്മളൊരു സമാധാനത്തിലും സന്തോഷത്തിലും നിലനിൽപ്പിലും കൊണ്ടുപോകുവാൻ ഈ ലോകത്തിൽ ആർക്കാണ് കഴിയുന്നത്? ഈ ലോകത്തിൽ നിത്യമായ സമാധാനത്തെ തരുവാൻ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് കഴിയുമോ? ഏതെങ്കിലും ഒരു പോലീസിന് കഴിയുമോ? ഏതെങ്കിലും ഒരു കൗൺസിലറിന് കഴിയുമോ? വേറെ ഒരുത്തനും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സമാധാനം തരുവാൻ, ഒരു നിത്യതയെ തരുവാൻ, ഒരു നിലനിൽപ്പിനെ തരുവാൻ കഴിവുള്ള ഒരുത്തൻ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് നിങ്ങളുടെ മുൻപിൽ പ്രകാരം പറയുന്നത്. യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവും നീ ഏറ്റുകൊണ്ടാൽ നീ ഒരു മതമാരണ്ട, നിന്റെ ഒരു ഗോത്രത്തിൽ നീ വേർപിരിയണ്ട, നിന്റെ അപ്പനെ അമ്മയെ വിട്ട് വേർപിരിയേണ്ട ആവശ്യമില്ല, നിന്റെ പേർ മാറ്റണ്ട, നിന്റെ ഗോത്രത്തെ മാറ്റണ്ട, നീ ആയിരിക്കുന്ന അതേ സ്ഥലത്തിൽ ഇരുന്നാൽ മാത്രം മതി. യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഏറ്റുകൊള്ളുവാൻ നീ പണം കൊടുക്കണ്ട. എന്നാൽ നീ യേശുവിനെ ഏറ്റുകൊള്ളുവാൻ തയ്യാറായാൽ നിന്നിൽ നഷ്ടപ്പെട്ടു പോയ പലതിനെയും, നിന്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിനെ മടക്കി തരുവാനും, നിന്റെ ഹൃദയത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അതിനെ മടക്കി തരുവാനും എല്ലാത്തിനെയും പ്രാപ്തിയുള്ള ഒരുത്തൻ മാത്രമേ ഉള്ളൂ, യേശു കർത്താവ്. അവങ്കിലേക്ക് തിരിയുവാൻ എന്തുകൊണ്ട് മടിക്കുന്നു? പ്രിയപ്പെട്ടവരെ, സമയമില്ല. ഇനിയുള്ള അടുത്ത സമയം, അടുത്ത നിമിഷങ്ങളെ ആ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് മരിച്ചു പോകല്ലേ. മരണം നിന്ന് നിത്യമായ നരകത്തിൽ കൊണ്ടുപോകും. മരണം നിന്ന് നിത്യമായ നരകത്തിൽ കൊണ്ടുപോകും.
പോകും. ആ മരണത്തിൽ നരകത്തിലേക്ക് കടന്നു പോകാതിരിക്കുവാൻ രക്ഷാമാർഗമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഏറ്റുകൊള്ളുക. യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ വാക്കിന്റെ പദത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി പിറക്കപ്പെട്ടവനാ. അങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചത് കൊണ്ട് എന്റെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുവാനിടയായി. അനേക ദിവസങ്ങൾക്ക് മുൻപ് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, എന്റെ കുടുംബത്തിലെ ബന്ധുക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്തുകൊണ്ട്? ഈ മദ്യത്തിന് അഡിക്റ്റ് ആയതുകൊണ്ട്, അതുപോലെ പല പാപത്തിന് അഡിക്റ്റ് ആയതുകൊണ്ട്, അനേക കോപത്തിന് അഡിക്റ്റ് ആയതുകൊണ്ട്. ആ കോപഭാവമെല്ലാം എന്നെ പലവരുടെ ഇഷ്ടങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്റെ വലിയ സ്നേഹം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ കുടുംബത്തിനെല്ലാം വലിയ ആശ്വാസമായിരിക്കുകയാണ്, ആ കുടുംബത്തിനെല്ലാം വലിയ സന്തോഷമായി തീർന്നിരിക്കുകയാണ്. അതിന്റെ എല്ലാം കാരണം കുറിച്ചത് ആരാന്നറിയുമോ? യേശു കർത്താവാണ്. യേശു കർത്താവിനെ ഞാൻ എങ്ങനെയാ കേട്ടതെന്നറിയുമോ? നിങ്ങൾ കേട്ടതുപോലെ ഒരു ദിവസം ഞാനും യേശുവിനെ കുറിച്ച് കേൾക്കുവാനിടയായി. യേശു രക്ഷകനാണ്, യേശു പാപികളെ രക്ഷിക്കുന്നവനാണെന്ന് കേട്ടപ്പോൾ ഞാൻ എന്നെ തിരിഞ്ഞു നോക്കി. എന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ പാപം എന്തെന്നറിയുവാനും പാപത്തിന്റെ പടുകുടി എന്തെന്ന് അറിയണമെങ്കിൽ എന്റെ പഴയ ആ ഒരു സ്വഭാവത്തെ കാണുമെങ്കിൽ അറിയുമായിരുന്നു. അതുപോലെ പാപത്തെ ഒരു നാൾ വിട്ടുമാറുവാൻ കഴിയാതെ നോക്കണം. എന്തെല്ലാം ലഹരികൾ ഉപയോഗിക്കണമോ, എന്തെല്ലാം മയക്കുമരുന്നുകൾ ഉപയോഗിക്കണമോ, ഏതെല്ലാം വീട്ടിൽ മോഷ്ടിക്കണമോ നോക്കണം. കപ്പ മോഷ്ടിക്കുവാൻ തുടങ്ങിയതാ. പിന്നെ അവസാനം ഓരോ വീടുകൾ മോഷ്ടിക്കുവാൻ വരെ തുടങ്ങി. ഇതെല്ലാം എവിടെ ആരംഭിച്ചതെന്നറിയുമോ? ലോകത്തിന്റെ പാപമാണ്, ലോകത്തിന്റെ ലഹരികളാണ്, ലോകത്തിന്റെ സ്നേഹം ഇതാണ്. നോക്കണം, ചെറുതായി ആരംഭിക്കുന്ന സുഖം എന്ന് പറയുന്നത് അവസാനം നിന്ന് വലിയ ദുഃഖത്തിലേക്ക് കൊണ്ടുവന്നു വിടും. അങ്ങനെ ആരംഭിച്ച് വലിയ ദുഃഖത്തിലേക്ക് ഞാൻ വന്നു നിന്നപ്പോഴാണ് യേശു ക്രിസ്തു നിന്റെ സകല പാപത്തെയും ക്ഷമിക്കുവാനിടയാകും, നിന്നെ സകല പാപത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് ഞാൻ കേൾക്കുവാനിടയായത്. അത് കേട്ടപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, ഒരിക്കലും എന്റെ പാപത്തെ മാത്രം മോചിക്കുവാൻ കഴിയില്ല, എന്റെ പാപത്തിൽ നിന്ന് മാത്രം എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ നോക്കണമേ, എനിക്കൊരു കാര്യം മനസ്സിലാകുവാനിടയായി. യേശു ക്രിസ്തു പാപികളുടെയും ദൈവമാണ്, പാപികളെയും രക്ഷിക്കുവാൻ കഴിവുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി. അങ്ങനെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നുപോയി ഞാൻ പ്രകാരം പറഞ്ഞു, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപങ്ങൾക്ക് ഒരിക്കലും പരിഹാരം കിട്ടുകയില്ല. എന്നാൽ എന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ മുഴുവൻ നിനക്ക് തരാം, നിന്റെ ഇഷ്ടത്തിൽ ഞാൻ ജീവിക്കുവാനിടയാകും. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നോക്കണമേ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ നോക്കണമേ, ഒരു മരുന്ന് കൊണ്ടോ ഒരു മന്ത്രം കൊണ്ടോ നോക്കണം, ഒരു ഡിയഡിഷൻ സെന്റർ കൊണ്ടോ മാറ്റുവാൻ കഴിയാത്ത എന്റെ പല ലഹരികളെ, എന്റെ തെറ്റായ സ്വഭാവങ്ങളെ യേശുക്രിസ്തുവിന്റെ സ്നേഹമുഖാന്തരം മാറ്റുവാനിടയായി. ആ സ്നേഹത്തെ ഞാൻ രുചിച്ചറിഞ്ഞപ്പോൾ ഞാൻ അതുവരെയും അനുഭവിച്ചു കൊണ്ടിരുന്ന പല പാപത്തിന്റെ മയക്കുമരുന്നുകളുടെ പടുകുടിയിൽ നിന്ന് ഞാനൊന്ന് ഉണരുവാനിടയായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഈ മുറുക്കാൻ തെറ്റാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഈ പുകല തെറ്റാണ്, ഞാൻ ഉപയോഗിക്കുന്ന സിഗരറ്റ് തെറ്റാണ്, ഞാൻ പറഞ്ഞു പോയ വാക്കുകൾ തെറ്റാണെന്ന്. ഇതെല്ലാം ഉണരുവാനുള്ള കാരണം എവിടെയാ വന്നതെന്നറിയുമോ? ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഞാൻ അനുഭവിച്ചപ്പോഴാ, ആ യേശുവിന്റെ സ്നേഹത്തിൽ ഞാൻ അടുത്തു വന്നപ്പോഴാണ് യാഥാർത്ഥ്യമായി അതെല്ലാം തെറ്റാണെന്ന് ഞാൻ അറിയുവാനിടയായത്. ആ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ ഏവരും കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ എങ്ങനെ ഇന്ന് രക്ഷാപ്രാപിക്കാൻ പ്രാപിച്ചു, അതുപോലെ ഇന്ന് നീ എന്നെ കുടുംബം രക്ഷപ്രാപിക്കുവാൻ കഴിയും. വേറെ ഒരുത്തനും രക്ഷയില്ല. വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, നാം രക്ഷിക്കപ്പെടണമെങ്കിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടതായുള്ള വേറെ ഒരു നാമമല്ല, യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമല്ല ഏക രക്ഷാമാർഗം. ഏക രക്ഷാമാർഗത്തിൽ ആകെ വഴിയുള്ളത് യേശു ക്രിസ്തുവിന്റെ മാർഗം മാത്രമാ. ആ യേശു ക്രിസ്തുവിന്റെ രക്ഷാമാർഗത്തെ കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് സൗജന്യമായി വിളിച്ചു പറയുന്നു. ഇന്ന് സൗജന്യമായി നിങ്ങളുടെ മുമ്പിൽ രക്ഷ പറയുന്നു. നാളെ നീ വില കൊടുത്താലും കിട്ടുകയില്ല. നാളെ നിന്റെ എത്ര വലിയ പണം നീ കാണിച്ചാലും യേശു ക്രിസ്തുവിന്റെ രക്ഷ നിനക്ക് ലഭിക്കുകയില്ല. ഇന്ന് നിനക്ക് സൗജന്യമായി ആ യേശു ക്രിസ്തുവിന്റെ രക്ഷയെ ഞാൻ തരുന്നു. യേശു ക്രിസ്തുവിന്റെ രക്ഷയെ കുറിച്ച് ഞങ്ങൾ പറയുന്നു. യേശു ക്രിസ്തുവിന്റെ അനുഭവത്തെ നിന്റെ മുന്നിൽ വെളിപ്പെടുത്തി തരുന്നു. നോക്കണം പ്രിയരെ, ഒരു പാപത്തിൽ കിടക്കുന്നവനെ മനുഷ്യനാക്കി മാറ്റി ഒരു മനുഷ്യ സ്നേഹമെന്തെന്ന് വെളിപ്പെടുത്തി കാണിക്കുന്ന ആ ഒരു സ്നേഹമല്ലാതെ ദൈവസ്നേഹം വേറെ എന്തെന്ന് പറയാൻ പറ്റുകയുള്ളൂ. നീ ചെയ്യുന്ന പാപത്തെ കണ്ട് കണ്ണും അടച്ച് നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറയുന്നതാണോ യാഥാർത്ഥ്യമായ ദൈവസ്നേഹം? ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അപ്പന്റെ സ്നേഹം എന്ന് പറയുന്നത് തന്റെ കുഞ്ഞ് ഏതൊരു പാപത്തിലും കടന്നു പോകാൻ
ഒരുത്തനാണ് ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തെറ്റാണെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, നിലനിൽക്കുന്ന പിതാവും നമ്മുടെ സമാധാന പ്രഭുവും ഒരു നീതിയുടെ രാജാവും. അവൻ ദൈവം തന്നെ എന്നേക്കും പ്രൂവ് ചെയ്യുകയും അവൻ ദൈവം തന്നെയാണ് സകലതിലും വെളിപ്പെടുത്തി കാണിക്കുകയും ചെയ്ത യേശുക്രിസ്തു നമുക്കൊരു പിതാവായി പറയുന്നു. നീ ചെയ്യുന്നത് പാപമാ, നീ ചെയ്യുന്നത് തെറ്റാ. എന്റെ പ്രിയ സഹോദര, നീ മുറുക്കാൻ ഉപയോഗിച്ച് മദ്യപാനം ഉപയോഗിച്ച് നീ ഏതെങ്കിലും പാപം ചെയ്ത് നീ നാളെ മരിക്കപ്പെട്ടാൽ നിശ്ചയമായി നാളെ നിന്റെ ഒരു മരണം കീഴടക്കും. അത് എത്ര വലിയ ബലമുള്ളവനാണെങ്കിലും, എത്ര വലിയ ബലവാനാണെങ്കിലും, എത്ര ശക്തിയുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും നാളെ മരണം നിന്നെ കീഴടക്കും. മരണം നിന്നെ കീഴടക്കും മുമ്പേ ഒരു രക്ഷാമാർഗത്തിൽ ആകർഷിച്ചു കൊള്ളുക. ഈ രക്ഷയല്ലാതെ നിന്റെ ജീവിതത്തിൽ വേറെ ഒരു രക്ഷയില്ല. ആരെല്ലാം നിനക്ക് പണമെന്ന് പറഞ്ഞാലും, ആരെല്ലാം നിനക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാലും അതൊന്നും നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്ന ഒരേ ഒരു രക്ഷ, ഒരേ ഒരു ജീവൻ, ഒരേ ഒരു വഴി യേശുക്രിസ്തു മാത്രമാ. ആ യേശുക്രിസ്തുവിലേക്കൊന്ന് തിരിഞ്ഞുകൊള്ളുക. എന്നാൽ നിനക്കൊരു നിത്യജീവൻ ഉണ്ടാകും. എന്താണ് നിത്യജീവൻ? പാപത്തിന് ശമ്പളം മരണം, ആ മരണം നിത്യമായ നരകം. നിത്യജീവൻ എന്താ? യേശുക്രിസ്തു മുഖാന്തരം ഒരു ജീവൻ പ്രാപിക്കുവാൻ കഴിയും. ആ ജീവൻ നിന്നെ മരിക്കുന്ന ആ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യമായി നിലനിൽക്കുന്ന സ്വർഗരാജ്യമെന്ന് ആ ഒരു നിലനിൽക്കുന്ന രാജ്യത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി ചേർക്കുവാനിടയാകും. അതാണ് യേശുവിന്റെ സ്നേഹം. യേശുവിന്റെ സ്നേഹത്തിൽ തിരിഞ്ഞ് നിന്റെ സകല പാപങ്ങളെ വിട്ടൊഴിഞ്ഞ് യേശുവിലേക്ക് നിന്റെ മുട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ ചെയ്ത പാപങ്ങൾ എത്ര വലുതാണെങ്കിൽ ശരി, എത്ര കടം ചുവപ്പാണെങ്കിൽ ശരി, അതിനെയെല്ലാം ഹിമം പോലെ വെളുപ്പിച്ച് നിന്നെ നല്ല കൊള്ളാന്നവനാക്കി നിന്നെ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ നിന്നെ മാനപാത്രമാക്കി നിർത്തുവാൻ കഴിയും യേശുവിനെ കൊണ്ട്. ആ യേശുവിന്റെ സ്നേഹം നീ അനുഭവിക്കുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിന്റെ നാവ് കൊണ്ട് തന്നെ പറയും, ഞാനും നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് പോകുമെന്ന്. ആ സ്വർഗരാജ്യത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഫ്രീ ആയി നിനക്ക് സുവിശേഷം വരുന്നു. നാളെ നീ വില കൊടുത്താലും കിട്ടുകയില്ല. എന്തുകൊണ്ട് ഇത്ര യാഥാർത്ഥ്യമായി പറയുന്നു? ഈ സുവിശേഷത്തിന് അത്ര വിലയുണ്ട്. ഇന്ന് എന്റെ കുടുംബവും ഞാനും സന്തോഷമായിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സുവിശേഷം കേട്ടത് കൊണ്ട്, ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. ആ യേശുക്രിസ്തുവിലേക്കൊന്ന് തിരിഞ്ഞുകൊള്ളുക. ആ നിത്യസമാധാനത്തിലേക്ക് നീ കടന്നു വരിക. ഇന്ന് നിന്റെ കുടുംബത്തിന് നീ തലവേദനയാ, നിന്റെ കുടുംബത്തിന് നീ ഒരു വേദനയാണ്. നിന്റെ കുടുംബം നിന്റെ കുടുംബത്തിൽ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ആരെങ്കിലും ലഹരികൾക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒത്തിരി നീ ദുഃഖപ്പെടുന്നുണ്ടെങ്കിലും, പ്രിയ സുഹൃത്തെ, നിനക്കുള്ള ഒരു പരിഹാരമാ. നീ ഒരു ഡീഡിക്ഷൻ സെന്റർ പോകണ്ട, നീ ഒരു മരുന്ന് വാങ്ങി കഴിക്കണ്ട. യേശുവേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കർത്താവിലേക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ സകല പാപങ്ങളെ മാറ്റി, നിന്റെ സകല ശരീരത്തിലുള്ള സകല രോഗത്തെ മാറ്റി അവൻ പൂർണ്ണ സൗഖ്യം തരുവാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിലേക്കും തിരിഞ്ഞുകൊള്ളുക. ഇവിടെ ഒത്തിരി ആൾക്കാരെ നീകൾ കാണുന്നില്ലേ? വെള്ള ഡ്രസ്സുമിട്ട് അതുപോലെ നോക്കാൻ മാന്യമാന്യ വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ നോക്കണം മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചും അതുപോലെ മുറുക്കാനും അതുപോലെ പല പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാ. എന്നാൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ പറയാൻ പറ്റും, യേശുക്രിസ്തുവിനെ ഏറ്റുകൊണ്ടതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ കിട്ടി, ഒരു സമാധാനം കിട്ടി. എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരു ദിവസം തലവേദനയായിരുന്നു, ഇന്ന് എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നു. നോക്കണം ഞങ്ങളുടെ കൂടെ ഉള്ളത്, നോക്കണം ഒരു ജാതിയിൽപ്പെട്ടവരല്ല. ഞാൻ കുല എന്ന് പറഞ്ഞ ജാതിപ്പെട്ടവനാണ്. നോക്കണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവനാണ് ബിനു സഹോദരൻ. അതുപോലെ മലയാളി വിഭാഗത്തിൽപ്പെട്ടതാണ് ഇവിടെ ഇരിക്കുന്ന വത്സം പാസ്റ്റർ. അതുപോലെ തമിഴ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഇവിടുത്തെ സമൂഹ പാസ്റ്റർ. നോക്കണം ഇങ്ങനെ പല വിഭാഗ ജാതികളിലുള്ളവരുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ കൂടി ചേർന്ന് അവരുടെ ജീവിതത്തിലുള്ള സന്തോഷത്തെ നിങ്ങളോട് പറയണമെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, അതിന്റെ പുറകിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഇവരെല്ലാം ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അവർ നിന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെടണം, നിങ്ങൾ ആരെങ്കിലും രക്ഷാമാർഗത്തിൽ കടന്നു വരണം. ഈ രക്ഷാമാർഗം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കുടുംബത്തിന്റെ ആശ്വാസവും സമാധാനവും നിലനിൽപ്പും. അതുകൊണ്ട് തന്നെ ആ രക്ഷാമാർഗത്തിൽ നിങ്ങൾ ഏവരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വാക്കുകൾ നിർത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രിയ സഹോദരന്മാർ ചില ട്രാക്റ്റുകളെ കൊണ്ട് നിങ്ങളുടെ മുൻപിൽ വരുന്നു. അത് നിങ്ങൾ വാങ്ങുകയും നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് നിങ്ങളെ കുറിച്ചുള്ള പ്രാർത്ഥന വിഷയങ്ങൾ ആവശ്യപ്പെടാം. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം അവിടെ ലഭിക്കുവാനിടയാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ സമയത്ത് വേർതിരിക്കുന്നു. ഒരു കർത്താവിന്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവിക സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. ഈ ദേശനിവാസികളെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും
വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ കർത്താവ് ഞങ്ങൾ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പരിശുദ്ധനാകുന്ന ദൈവമേ, ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മധ്യാഹ്ന സമയത്ത് ഈ പ്രദേശത്ത് അവിടുത്തെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് അവിടെ ദാസന്മാർക്ക് കടന്നു വരുവാനും കർത്താവ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഈ ദേശത്തോട് വിളിച്ചു പറയുവാനും കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിച്ച പ്രിയ ദേവദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഈ പ്രദേശവാസികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും നിരാശയിലോ ദുഃഖത്തിലോ മറ്റു വിധമാകുന്ന പ്രതിസന്ധികളിലോ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവം അവർക്ക് ആശ്വാസവും സൗഖ്യവും സമാധാനവും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഒരു രൂപാന്തരത്തിന്റെ പകൽക്കാലമായി തീരുവാൻ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു പകൽക്കാലമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാർക്കായി, ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം. ഈ ദേശത്തെ അവിടെ ദാസന്മാരായിരിക്കും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ക്രിസ്തയേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.